ആത്മാവിന്റെ ഉപരി വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അറ്റാക്ക് ചെയ്യാൻ, ആക്രമിക്കാൻ അനുവാദം കൊടുക്കുമായിരിക്കും. പക്ഷേ ആത്മാവിന് പിശാചിന് അധികാരം കിട്ടുന്നത് ഒരുവൻ പാപം ചെയ്യുമ്പോൾ മാത്രമാണ്. കാരണം ഒരു ദൈവ പൈതലിനെ പിശാചിനെ തൊടാൻ പറ്റില്ല. ഒരു പാപം ചെയ്യുമ്പോൾ അവൻ ദൈവ പൈതൽ എന്ന ദൈവ മകൻ എന്നുള്ള പദവിയിൽ നിന്ന് താഴോട്ട് പോവാ. 1 യോഹന്നാൻ അതിന്റെ 5-ാം അധ്യായം 19-ാമത്തെ വചനം ഒന്ന് വായിച്ചത്. ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവരും പാപം ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച, ആത്മാവിന്റെ സ്വരം കേട്ട് ജീവിക്കുന്ന, ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പൊ ജീവൻ സംഭവിക്കുന്നതെന്നറിയോ? പാപം ചെയ്യുമ്പോൾ ഞാൻ പിശാചിന് പ്രവേശിക്കാനുള്ള ഒരു വാതിൽ ഞാൻ തുറക്കുകയാണ്. ഞാൻ പാപം ചെയ്യുമ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് പാപം ചെയ്യുമെന്ന് വിചാരിക്കും. ഞാൻ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും, മ്ലേച്ഛത കാണുമെന്ന് വിചാരിക്കും. അപ്പൊ സംഭവിക്കുന്നത് എന്റെ കണ്ണുകള് പിശാചിന് എന്റെ ആത്മാവിന്റെ മേല് അധികാരം എടുക്കാനുള്ള ഒരു പ്രവേശന കവാടമായിട്ട് കണ്ണുകൾ മാറി. ഇനിയിപ്പോ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ നാമത്തെ പ്രതി ഞാൻ കണ്ണുകളിലൂടെ വന്ന പാപത്തെ വെറുതുപേക്ഷിച്ച് ക്ഷമിക്കാൻ ദൈവത്തോട് ക്ഷമ പറഞ്ഞ്, എന്നിട്ട് അതായത് കണ്ണുകളിലൂടെ പ്രവേശിച്ച ആ മ്ലേച്ഛതയുടെ ദുരാത്മാവിനെ പൂർണ്ണമായും തിരസ്കരിക്കുകയും യേശു എനിക്ക് തന്ന പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് അവയെ എന്നേക്കുമായി ഒരു ദൈവ പൈതൽ ആ നാമത്തിന്റെ അധികാരത്തിൽ ആജ്ഞാപിക്കുമ്പോൾ അവനിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ആ തിന്മ വിട്ടകലും. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ തിന്മയ്ക്കുള്ള പ്രവേശന കവാടങ്ങളായിട്ട് മാറാം. അത് തന്നെ ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങൾ അനുഭവിക്കാനുള്ള പ്രവേശന കവാടങ്ങളായിട്ട് മാറാം. പറുദീസ ആദ്യമാതാപിതാക്കളെ ആദ്യം കൊണ്ടാക്കിയ സ്ഥലമാണ്. ആദ്യം പാപം അരങ്ങേറുന്നിടമാക്കി ആദ്യമാതാപിതാക്കൾ മാറ്റിയില്ലേ? കണ്ണുകൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ച എന്താന്ന് വെച്ചാൽ, പരമോന്നതമായ കാഴ്ച എന്താന്ന് വെച്ചാൽ, അത് ഈ കണ്ണുകൾ തന്നവനെ കാണുന്നതാണ്. സ്വർഗം ദർശിക്കുന്നതാ, നിത്യത ദർശിക്കുന്നതാ, ദൈവത്തെ ദർശിക്കുന്നതാണ് നമ്മുടെ കണ്ണുകൾക്ക് ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ച. അപ്പോ ദൈവസ്നേഹത്തിന്റെ പ്രവേശന കവാടങ്ങളായി കണ്ണുകൾക്ക് മാറാം. അതുപോലെ തന്നെ ഈ കണ്ണുകള് പിശാചിന് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടങ്ങളായിട്ട് മാറാം. ഈ നാവ് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനും സാധ്യമാകുന്ന ഒരു ഇന്ദ്രിയമായിട്ട് മാറാം. ഈ നാവ് തന്നെ വിലകെട്ടത് പറയുമ്പോ, അശുദ്ധമായത് പറയുമ്പോ, കുറ്റം പറയുമ്പോ, പരദൂഷണം പറയുമ്പോ, മ്ലേച്ഛത ഈ നാവ് തന്നെ പിശാചിനുള്ള പ്രവേശന കവാടമായിട്ട് മാറി. പിശാചിന് നമ്മുടെ മേല് അധികാരമെടുക്കാൻ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ, നമ്മുടെ പാരമ്പര്യത്തിന്റെ മേലൊക്കെ അധികാരമെടുക്കാൻ പിശാചിന് ഇന്നലകളിൽ നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ തുറന്നു കൊടുത്ത ചില പ്രവേശന കവാടങ്ങളുണ്ട്. അവയെ നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. ആ തിന്മയെ പുറത്താക്കിയിട്ട് വേണം അടയ്ക്കാനായിട്ട്. അനുദപിച്ചിട്ടാണ് അടയ്ക്കേണ്ടത്. ചില തലമുറ രോഗങ്ങൾക്ക് പോലും വിടുതൽ കിട്ടുന്നത് ചില പാപത്തിലൂടെ പ്രവേശിച്ച തിന്മ ഇന്ന് തലമുറകളായിട്ട് രോഗിയാക്കി ഇട്ടുക. ഈ പാരമ്പര്യ രോഗത്തിന്റെ കെട്ടുവഴി അടിയും ഈ പാപത്തിലൂടെ പ്രവേശിച്ച രോഗമാണെങ്കിൽ, കുടുംബത്തിൽ നമ്മളോ നമ്മുടെ മാതാപിതാക്കളോ അറിവില്ലായ്മ കൊണ്ട് ഏതെങ്കിലും അന്ധവിശ്വാസത്തിന്റെയോ ദുരാചാരത്തിന്റെയോ ഏതെങ്കിലും തിന്മയുമായി കൂട്ടുകൂടുകയോ ചെയ്യുകയും അങ്ങനെ ആ തിന്മ മൂലം നമ്മുടെ കുടുംബത്തിലേക്ക്, ഭവനത്തിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക് പ്രവേശിച്ച ഒരു രോഗം, ആ തിന്മ ഇന്ന് വരെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ആ രോഗത്തിന്റെ സ്വാധീനം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ നിൽക്കും. ആ തിന്മയുടെ ആ ചങ്ങലക്കെട്ടുകൾ നമ്മൾ അഴിക്കേണ്ടതുണ്ട്. ആ നാമത്തിൽ അധികാരമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും എന്നിട്ട് ആ നാമത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോഴാണ് യേശുക്രിസ്തു കാൽവരിയിൽ പൂർത്തിയാക്കിയ രക്ഷ, സൗഖ്യം, വിടുതൽ, വീണ്ടെടുപ്പ്, ഇതെല്ലാം നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വിടും. പ്രാർത്ഥിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ യാചിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ ദൈവത്തെ ആരാധിച്ച് ജീവിച്ചാൽ മതി. മക്കളെങ്കിലും അവകാശികൾ, നമ്മളിങ്ങനെ പുറകെ നടന്നിട്ട് തമ്പരെ എനിക്കിതാ പറയേണ്ട കാര്യം, നമുക്ക് അധികാരമുള്ളവരാണ് നമ്മൾ. യേശുവിന്റെ അധികാരമുള്ളവരാണ് നമ്മൾ. ഈ അധികാരമുള്ളവരുടെ കൂടെ അനുഗ്രഹങ്ങൾ വരും.